ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോഗ്രഫീൻ്റെ 6th മൊഡ്യൂളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ള മൊഡ്യൂൾസിൽ നമ്മൾ എൻക്രിപ്ഷൻ എന്താണെന്ന് പഠിച്ചു, ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് പഠിച്ചു. അതിൽ ഇമെയിൽ സെക്യൂരിറ്റി ആയിരുന്നു നമ്മൾ 5th മൊഡ്യൂളിൽ പഠിച്ചത്. ഓക്കെ, നമ്മൾ ഇമെയിലിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള PGPയും കാര്യങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. കോൺഫിഡൻഷ്യാലിറ്റി, ഓതൻറ്റിക്കേഷൻ എല്ലാ സംഭവങ്ങളും നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെബ് സെക്യൂരിറ്റിയാണ്. 6th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വില്യം സ്റ്റാലിൻസിൻ്റെ ടെക്സ്റ്റാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ വെബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെബ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ബിസിനസ് ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി, നമ്മൾ ഇൻഡിവിജ്വൽസ് ആയാലും ശരി, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ മാക്സിമം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് വെബ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ വെബിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഇൻ്റർനെറ്റ് ആണെങ്കിലും വെബ് ആണെങ്കിലും എന്താ പറയുക, വൾനറബിൾ ആണ്. സെക്യൂരിറ്റി ത്രെഡ്സ് ഉണ്ടാവും അവിടെ. ഇഷ്ടംപോലെ പ്രോബ്ലംസും കേസസും നമ്മൾ ഡെയിലി കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ വരാനുള്ള സാധ്യത? ഒന്ന്, ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഒറിജിനൽ ഡേറ്റയാണോ, ഡേറ്റ ചേഞ്ച് ആവാതെ പോയിട്ടുണ്ടെന്നുള്ളത്. 2, നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഡിനൈൽ ഓഫ് സർവീസ്, നമുക്ക് ആവശ്യമുള്ളൊരു സർവീസ് കിട്ടാണ്ട് വരിക, ആക്സസ് കിട്ടാതെ വരിക, ഓതൻറ്റിക്കേഷൻ്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ വെബിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ്. അപ്പോൾ വെബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ വെബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? WWW. അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെ എന്താ പറയുക, TCP IP, ഇൻട്രാനെറ്റ്, അതൊക്കെ അതിൻ്റെയൊക്കെ എന്താ പറയുക ഓവറിൽ റൺ ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷനാണ് നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വെബ് സെക്യൂരിറ്റി കൺസിഡറേഷനിൽ വരുന്ന സമയത്ത് ഈ വെബ് എന്ന് പറയുന്നത് ഒരു ഹൈലി വിസിബിൾ ഔട്ട്ലെറ്റ് ആണ്, അല്ലേ? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസിനസ് ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി, പ്രൊഡക്റ്റ് ആയാലും ശരി, എന്തിലും നമുക്ക് എന്താ പറയുക, അവിടെ ഒരു ഹൈലി വിസിബിൾ ഔട്ട്ലെറ്റ് ആണ്. എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റിലേറ്റീവ്ലി കോൺഫിഗർ ചെയ്യാൻ എളുപ്പമായിരിക്കും, മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ഈ വെബിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കോംപ്ലക്സ് ഒക്കെ ആണെങ്കിലും എന്താ പറയുക, മാക്സിമം ആൾക്കാർ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ വെബിൽ കൂടി ആയിരിക്കും. അപ്പോൾ ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു കമ്പനീൻ്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോഗ്രാം ആയാലും ഒക്കെ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിത് എന്താ പറയുക, പക്ക സെക്യൂരിറ്റി ഇല്ലെങ്കിൽ വൾനറബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ എന്താ പറയുക, നമ്മുടെ യൂസേഴ്സ് വരുന്ന കേസസിൽ കാഷ്വൽ യൂസേഴ്സ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള യൂസേഴ്സ്, ട്രെയിൻഡ് അല്ലാത്തവർ, അങ്ങനെയുള്ള യൂസേഴ്സ് വരുന്ന സമയത്ത് അവരാണ് ഈ കൂടുതലും വെബ് ബേസ്ഡ് സർവീസസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ത്രെഡ്സിനേരെയാവുന്നത്. അത് ഉപയോഗിക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി മെക്കാനിസത്തിൻ്റെ കൂടുതൽ അറിവില്ലാത്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി റിസ്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ അവരതിനെക്കുറിച്ച് വറീഡ് ആയിരിക്കില്ല, ആ നോളജ് ഉണ്ടാവില്ല, ടൂൾസിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അവർ ജസ്റ്റ് കാണുന്നതെല്ലാം ക്ലിക്ക് ചെയ്ത് അങ്ങനെ പോവല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് നമ്മുടെ വെബിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് വെബ് സെക്യൂരിറ്റിയുടെ ഒരു കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. ഒരു നോർമൽ യൂസറിന് എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാം, ഈ പറഞ്ഞതുപോലെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ബിസിനസ് ആയാലും ഗവൺമെൻറ് ആയാലും ശരി, ഹൈലി വിസിബിൾ കണ്ടൻസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLനെ കുറിച്ചാണ്, സെക്യൂർ സോക്കറ്റ് ലെയർ. ഇത് നിങ്ങൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെക്യൂരിറ്റി സർവീസാണ്. ഓക്കെ, ഇപ്പോൾ കുറേ സെക്യൂരിറ്റി സർവീസുകളിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് സെക്യൂരിറ്റി സർവീസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഒരു ജനറൽ പർപ്പസ് സർവീസാണ്.
ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണ് ആക്ച്വലി SSL ഉള്ളത്. അത് റിലേ ചെയ്യുന്നത് നമ്മുടെ TCP-ലാണ്, ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോകോളിലാണ് റിലേ ചെയ്യുന്നത്. ഓക്കെ, so it could be provided as the part of the underlying protocol suite and therefore the transparent to applications. ഇത് ആപ്ലിക്കേഷന് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി സർവീസ് ആണ് ആക്ച്വലി സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഒറിജിനലി ഇത് ഡെവലപ്പ് ചെയ്തത് നെറ്റ്സ്കേപ്പ് ആണ്. വേർഷൻ 3 എന്ന് പറയുന്നത് പബ്ലിക് ഇൻപുട്ടുമായിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ എന്താ പറയുക, ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് TLS അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്നുള്ള ഒരു പേരിലേക്ക് സബ്സിക്വൻ്റ്ലി അത് വരികയാണ് ചെയ്തത് SSL എന്നുള്ളത്. ദെൻ TCP ആയിരിക്കും മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണെന്നുള്ളത്. അപ്പോൾ 2 ലെയർ ഓഫ് പ്രോട്ടോകോൾസ് ആണ് മെയിനായിട്ടും SSL-ലുള്ളത്. ഈ SSL എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഈ കൊടുത്തിട്ടുള്ളതാണ് SSL-ൻ്റെ ഒരു എവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യാന്നുള്ള ഒരു ഇമേജ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മുടെ സെക്യൂർ സോക്കറ്റ് ലെയറിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടെ ലിങ്ക് ഉണ്ട്, നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ട്, ട്രാൻസ്പോർട്ട് ലെയറിലുണ്ട്, ഇവിടെ നമ്മുടെ സെക്യൂർ സോക്കറ്റ് ലെയറുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ SSL-ൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SSL-ൻ്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് നമുക്ക് പറയാം. SSL ആർക്കിടെക്ചറിനെ SSL പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്നും പറയും കേട്ടോ. അപ്പോൾ എക്സാമിന് നിങ്ങൾ SSL പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് ചോദിച്ചാലും SSL-ൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സ്പെസിഫിക് പാക്കേജ് ആയിട്ട് നമുക്ക് വേണേൽ എംബഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് SSL-ൻ്റെ ആർക്കിടെക്ചറിൽ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലെയർ നമ്മൾ പറഞ്ഞല്ലോ 2 ലെയർ ഓഫ് പ്രോട്ടോകോൾസ് ആണ്. ഫസ്റ്റ് ലെയറിൽ വരുന്നത് SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ, then SSL chain cipher spec protocol, SSL alert protocol and HTTP. സെക്കൻഡ് വരുന്നത് SSL record protocol, then TCP IP. ഓക്കെ, അപ്പോൾ TCP ട്രാൻസ്പോർട്ട് നമ്മുടെ TCPക്ക് ജസ്റ്റ് മേലെയാണ് ഈ SSL റെക്കോർഡ് പ്രോട്ടോകോൾ വരിക. അതിന് മേലെ ഒരു സ്റ്റാക്ക് ഓഫ് പ്രോട്ടോകോൾസും നമുക്കുണ്ടാവും. ഈ രീതിയിലായിരിക്കും SSL-ൻ്റെ ആർക്കിടെക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ തന്നെ SSL സെഷൻ, SSL നമ്മൾ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് SSL ഒരു സെഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ആയിരിക്കും. അത് ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ SSL കണക്ഷനിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കിടെക്ചർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നമ്മൾ SSL ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ എന്നതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് SSL-ൻ്റെ കണക്ഷനാണ്. അപ്പോൾ അതിൽ SSL കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസിയൻറ്റ് കണക്ഷൻ ആണ്, പിയർ ടു പിയർ കണക്ഷൻ ആയിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കായിട്ട് അത് ആക്ട് ചെയ്യുന്നത് ഈ SSL കണക്ഷൻ ആയിരിക്കും. ഒരു SSL സെഷൻ ഇതിന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കണക്ഷന് എന്തായാലും ഒരു SSL സെഷനും ഉണ്ടാവും. ഇനി നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രോട്ടോകോൾസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ SSL റെക്കോർഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിക്കും ഇൻറ്റഗ്രിറ്റിക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൽ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മട്രിക് എൻക്രിപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു കീ വെച്ചിട്ടുള്ള എൻക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ളൂ അത്. അപ്പോൾ അത് ഈ ഹാൻഡ്ഷേക്ക് പ്രോട്ടോകോൾ വഴിയായിരിക്കും നമ്മൾ എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡിയ അല്ലെങ്കിൽ DES, DDS അങ്ങനത്തെ RC4 ഏത് അൽഗോരിതം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ കംപ്രസ് ചെയ്തിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മെസ്സേജിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഷെയർഡ് സീക്രട്ട് കീ വഴിയായിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് SSL റെക്കോർഡ് പ്രോട്ടോകോൾ ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി സിമ്മട്രിക് എൻക്രിപ്ഷൻ വഴിയും ഓതൻറ്റിസിറ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് മാക് വഴിയായിരിക്കും ചെയ്യുന്നത്. ദെൻ SSL ചെയിൻ സൈഫർ സ്പെക് പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ 3 SSL സ്പെസിഫിക് പ്രോട്ടോകോൾസിൽ മെയിനായിട്ടും SSL റെക്കോർഡ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ചെയിൻ സൈഫർ സ്പെക് പ്രോട്ടോകോൾ. ഇതൊരു സിംഗിൾ മെസ്സേജ് ആയിരിക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡിങ്ങിലുള്ള സ്റ്റേറ്റ്സിനെ
കറണ്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെയിൻ സൈഫർ സ്പെക് പ്രോട്ടോകോൾ. അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സൈഫർ സ്യൂട്ടിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഉള്ള സൈഫർ സ്യൂട്ട് കഴിഞ്ഞാൽ ബാക്കി പെൻഡിങ്ങിലുള്ളതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ചെയിൻ സൈഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താ പറയുക, എനിക്ക് കറക്റ്റ് അങ്ങനെ പറഞ്ഞു തരാമെന്ന് അറിയില്ല, എന്നാലും ഫ്ലാഗ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ കോൺസെപ്റ്റിൽ എടുത്താൽ മതി. അടുത്തത് SSL അലേർട്ട് പ്രോട്ടോകോൾ ആണ്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ SSL റിലേറ്റഡ് ആയിട്ടുള്ള അലേർട്ട്സ് അത് പിയർ എൻറ്റിറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഫറ്റൈൽ എറർ കൊടുക്കണമെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്പെസിഫിക് അലേർട്ട്സ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ്, ബാഡ് റെക്കോർഡ്, ഡീകംപ്രഷൻ ഫെയിലിയർ, ഹാൻഡ് ഷേക്ക് ഫെയിലിയർ, ഇല്ലീഗൽ പാരാമീറ്റർ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള അലേർട്ട്സ് കൊടുക്കണമെങ്കിൽ അതിനും ഈ അലേർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ SSL ഡേറ്റ പോലെ തന്നെ ഇതും കംപ്രസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. ദെൻ SSL ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ക്ലയൻറ്റിനെയും സെർവറിനെയും തമ്മിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ എൻക്രിപ്ഷൻ അൽഗോറിതംസും മാക് അൽഗോറിതംസും, മെസ്സേജ് ഓതൻറ്റിക്കേഷൻ അൽഗോറിതംസും, അതായത് കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏത് കീ യൂസ് ചെയ്യണം എന്നുള്ളതിലൊക്കെ ഇവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു സീരീസ് ഓഫ് ഫേസസിൽ കൂടി പാസ് ചെയ്തിട്ടായിരിക്കും ഈ പ്രോട്ടോകോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഒരു സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം സർവർ ഓതൻറ്റിക്കേഷൻ നടത്തും, കീ എക്സ്ചേഞ്ച്, ദെൻ ക്ലയൻറ്റ് ഓതൻറ്റിക്കേഷൻ ആൻഡ് കീ എക്സ്ചേഞ്ച് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇത് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ ഒക്കെ നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഫേസ് 1 എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോകോളിൻ്റെ വേർഷൻ, സെഷൻ്റെ ID, സൈഫർ സ്യൂട്ട്, കംപ്രഷൻ മെത്തേഡ്, ഇനീഷ്യൽ റാൻഡം നമ്പേഴ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അതായത് ക്ലയൻറ്റ് സെർവറിലേക്ക് ഒരു ഹലോ കൊടുക്കും, അത് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് സെർവർ തിരിച്ച് റിട്ടേൺ ആയിട്ടൊരു ഹലോ എന്നുള്ള മെസ്സേജ് ക്ലയൻറ്റിന് കൊടുക്കും ഓതൻറ്റിക്കേറ്റ് ചെയ്ത്. ഫേസ് 2 എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യും, അതുപോലെ കീ എക്സ്ചേഞ്ച്, പിന്നെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഹലോ മെസ്സേജിൻ്റെ ഒരു സിഗ്നലും കംപ്ലീറ്റ് ആയി എന്നുള്ളതും കൂടി അയച്ചു കൊടുക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. സർട്ടിഫിക്കറ്റ് അയക്കും, സെർവറുടെ കീ എക്സ്ചേഞ്ചിനുള്ള ഇത് കൊടുക്കും, പിന്നെ ഈ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്തുള്ളൊരു മെസ്സേജ് ഉണ്ട്. ആൻഡ് ഫൈനലി ഇവിടെ സെർവറുടെ പാർട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളതിന് സെർവർ ഹലോ ഡൺ കൊടുക്കും. ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മുടെ ക്ലയൻറ്റ് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് സെർവറിന് സെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ കീ എക്സ്ചേഞ്ച് ഉണ്ടാവും. ദെൻ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടെ അയക്കും. അതിനുശേഷം ഇവിടെ ചെയിൻ സൈഫർ സ്പെക് വരുന്നത്, അതായത് ഈ ഒരു ഫേസിൽ 4th ഫേസിലായിരിക്കും കറണ്ട് ഇതിലേക്ക് മാറ്റുന്നത് സൈഫർ സ്യൂട്ടിനെ, പെൻഡിങ്ങിലുള്ളതിന്. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സെർവർ അടുത്ത ചെയിൻ സൈഫർ സ്പെക് കൊടുക്കും, ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു IETF സ്റ്റാൻഡേർഡ് ആണ്. SSL വേർഷൻ 3ക്ക് സിമിലർ ആയിരിക്കും. മൈനർ ഡിഫറൻസേ ഉള്ളൂ SSL-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് റെക്കോർഡ് ഫോർമാറ്റിലും വേർഷൻ നമ്പറിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ മാക്കിന് വരെ നമ്മളിവിടെ HMAC ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്യൂഡോ റാൻഡം ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ അലേർട്ട് കോഡ്സ് ഉണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സൈഫേഴ്സിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ സർട്ടിഫിക്കറ്റ് നെഗോസിയേഷൻസിലും പാഡിങ്ങിലും ഒക്കെ ഉണ്ടാവുന്നുള്ള കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ TLS-ഉം SSL-ഉം തമ്മിൽ. അപ്പോൾ ഇത്രയാണ് SSL-ഉം TSL-ഉം വരുന്നത്. നിങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചു നോക്കണം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ.